ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഞണ്ട് കറി. ഞണ്ട് ഞാൻ ഇതിനു മുമ്പ് കറി വെച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഈ ജീവനുള്ള ക്രാബിനെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. പക്ഷേ പേടിച്ചിട്ട് നമുക്ക് കറി വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ. പല വിധത്തിൽ ഞണ്ടിനെ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലർ ഫ്രീസറിലേക്ക് വെക്കാറുണ്ട്, ചിലർ ജീവനോടെ തന്നെ ചൂടുവെള്ളത്തിലേക്ക് ഇടാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞണ്ടിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഞണ്ടിനൊരു മർമ്മസ്ഥാനമുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കത്രികയോ അല്ല വണ്ണം കുറഞ്ഞൊരു ചെറിയ കമ്പിയോ എടുത്തിട്ട് ഇങ്ങനെ 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കുത്തിപ്പിടിക്കുക. എന്നിട്ട് നമുക്ക് ഞണ്ടിൻ്റെ ഓരോ കാലുകളും, ചെറിയ കാലുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ പിഴുതെടുക്കാം. അപ്പം ഈ ചെറിയ കാലുകളൊന്നും നമ്മൾ കറി വെക്കാൻ എടുക്കാറില്ല. ഈ കെട്ടി വെച്ചിരിക്കുന്ന കാലുകൊണ്ടാണ് ഞണ്ട് ഇറുക്കുന്നത്. അപ്പോൾ ഈ കാലുകൾ നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് പിഴുതെടുത്തിട്ട് ഇതിൻ്റെ എൻഡിലുള്ള ഈ കൊമ്പ് പോലെയുള്ള പോർഷൻസ് അങ്ങ് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ തോട് പൊളിക്കുമ്പോൾ ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കാണുന്നത് ഞണ്ടിൻ്റെ ഫാറ്റ് കണ്ടന്റ് ആണ്. അത് കറിക്ക് ഉപയോഗിക്കുന്നവരും ഉണ്ട്, ഉപയോഗിക്കാത്തവരും ഉണ്ട്. ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കളയാം. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത ഞണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഞാനിവിടെ 1 കിലോ ഞണ്ടായിരുന്നു എടുത്തത്. ഇനി ഈ ഞണ്ട് കറിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പിടി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായി ചതച്ചത്, ഒരു 3 കഷ്ണം കറുവാപ്പട്ട, ഒരു 15 ചുമന്നുള്ളി കഴുകി വൃത്തിയാക്കി 2ആയി പിളർത്തിയത്, 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് നെടുകെ പിളർത്തിയത്, 50 ഗ്രാം മല്ലിപ്പൊടി, 50 ഗ്രാം കാശ്മീരി മുളക് പൊടി, ഒരു 5 ഗ്രാം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അത് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് റോസ്റ്റ് പരുവാകണമെന്നൊന്നുമില്ല. അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞണ്ട് വറുത്തെടുക്കാനൊന്നുമല്ല കേട്ടോ. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു മണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഞണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഞണ്ടിൻ്റെ കഷ്ണങ്ങൾ അതിൽ നിന്ന് കോരി മാറ്റാം. വീണ്ടും ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ഉള്ളിയും കൂടി വന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയും സവാളയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴന്ന് ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം തീ വളരെ സിമ്മിലാക്കിയിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ നമുക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഒരു മാക്സിമം 2 മിനിറ്റ് ഇങ്ങനെ പൊടികളിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 കഷ്ണം കുടംപുളി നമുക്ക് വേണം. ഇപ്പോൾ 2 കഷ്ണം മതിയാകും, കാരണം നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 2 കഷ്ണം പുളി മതിയാകും. ആ പുളിയും ഇട്ട് ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഞണ്ടിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2.5 സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്ന് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. ഞണ്ടിന് വേകാൻ അധികം സമയമൊന്നും വേണ്ട, മാക്സിമം ഒരു 8-10 മിനിറ്റ് മതിയാകും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ എന്താ ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് നല്ല കുറുകി കഷ്ണങ്ങളൊക്കെ നല്ല ഗ്രേവിയിൽ പുരണ്ട് എന്നാൽ ആവശ്യത്തിന് ചാറോടുകൂടി ഒരു പരുവത്തിലാകും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കറി വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഞണ്ട് കറി ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത് ചോറിൻ്റെ കൂടത്തിൽ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഞണ്ട് കറിയും വാഴക്കാത്തോരനും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വാഴക്കാത്തോരനും കൂടെ റെഡിയാക്കാം. ഇപ്പോൾ വാഴക്കാത്തോരനും നല്ല ചൂട് ചോറും ഞണ്ട് കറി ഉഗ്രം കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുന്നു എന്ന് കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.